നമസ്കാരം. ഏതൊരു വൈദ്യശാസ്ത്രത്തിനും കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ്. അത് ആയുർവേദത്തിനായാലും. ശാസ്ത്രീയമായ ഒരു പുനരാവിഷ്കരണമാണ് ആയുർവേദത്തിൽ സ്പേബ. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പോണ്ടിച്ചേരി ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ കൃഷ്ണനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു വൈദ്യശാസ്ത്രമാണെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു മാറ്റം കാലാനുസൃതമായിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ആയുർവേദമാണെങ്കിൽ പോലും. അപ്പം ഈ സ്പേബ എന്ന് പറയുന്നൊരു പുതിയൊരു പദ്ധതി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് സ്പേബ ക്ലിനിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈദ്യശാസ്ത്രം ഏതായിക്കോട്ടെ, ശാസ്ത്രീയമായി കാലാനുസൃതമായ പരിഷ്കരണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ശാസ്ത്രത്തെ നമ്മൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെങ്കിൽ അതിനെ ശാസ്ത്രത്തിലൂടെ തന്നെ വിശദീകരിക്കാൻ പറ്റണം. ശാസ്ത്രം ഉപയോഗിച്ച് തന്നെ വിശദീകരിക്കാൻ പറ്റണം. അതിനെയാണ് ശാസ്ത്രീയ പരിഷ്കരണം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, ഇപ്പോൾ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡോക്ടർ ചെയ്യണത്. ഒന്ന് രോഗനിർണയം, 2 ചികിത്സ. രണ്ടിനും ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ പറ്റണം. രോഗനിർണയത്തെയും ചികിത്സയെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പറ്റണം, ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റണം, ശാസ്ത്രീയമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ, എന്തുകൊണ്ട്, ഇതിനെല്ലാം ഉത്തരം നൽകുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വൈദ്യശാസ്ത്രം. അതിനെപ്പോഴും ഉത്തരങ്ങളുണ്ട്, കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ പുറത്തല്ല ഇരിക്കുന്നത്, ശാസ്ത്രത്തിനകത്തുള്ള ലോജിക്സാണ്. അപ്പോൾ ആ ലോജിക്സിനെ ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ട് രോഗനിർണയവും ചികിത്സയും ഇന്ന് വരെ ആയുർവേദത്തിൽ കൃത്യമായ ഒരു രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 100 ഡോക്ടർമാർ 1000 രീതിയിൽ വ്യത്യസ്തമായിട്ട് രോഗനിർണയം ചെയ്യും, ചികിത്സ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ആയുർവേദത്തിൽ ക്ലിനിക്കൽ ഓഡിറ്റ് ഇല്ല. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടർമാരും ശരിയായ രീതിയിൽ, ശരി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നണ ശരി വേറൊരാൾക്ക് തോന്നണം, അങ്ങനെയല്ല. ശാസ്ത്രീയമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ശാസ്ത്രത്തിൽ എന്താണ്, എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളത് രോഗിയിൽ വിശകലനം ചെയ്ത് കൃത്യമായിട്ട് ആ ശാസ്ത്ര അനുസൃതമായിട്ട് രോഗനിർണയം ചികിത്സ ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടും. നമ്മൾ രോഗനിർണയം കറക്റ്റാവും, ശാസ്ത്രീയമാവും. അത് ശാസ്ത്രീയ ചികിത്സ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് ചികിത്സ കൂടും. അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് സയൻസ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയുർവേദ. അതായത് ശാസ്ത്രത്തിനകത്തുള്ള എവിഡൻസ്, ശാസ്ത്രത്തിനകത്തുള്ള തെളിവുകൾ ഉപയോഗിച്ച് ചികിത്സയെയും രോഗനിർണയത്തെയും ശാസ്ത്രീയമാക്കുന്നതിനെയാണ് SBEB എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര്, സ്പേബ എന്നൊരു പേര് വരാനുള്ളൊരു കാരണം? വരാനുള്ള കാരണം വേറൊന്നുമല്ല, ഇന്നിപ്പോൾ എല്ലാവരും നോക്കണത് പ്രൂവൺ ട്രീറ്റ്മെൻ്റ് അല്ലേ, ചികിത്സ തെളിയിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ചികിത്സയിലൂടെ തെളിയേണ്ടത്? ചികിത്സയിലൂടെ തെളിയേണ്ടത് എന്താണ്? രോഗനിർണയമാണ്. രോഗനിർണയവും രോഗശമനവുമാണ്. ചികിത്സ എന്ന് പറയുന്നത് രോഗശമനത്തിനും ആരോഗ്യത്തിനും ഉള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോണത് രോഗത്തെ കൊണ്ടു നടക്കാനല്ല, രോഗത്തെ മാറ്റി ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനാണ്. അപ്പം അത്തരത്തിൽ രോഗത്തെ മനസ്സിലാക്കി രോഗകാരണങ്ങളെ മാറ്റി, രോഗകാരണങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള ശാസ്ത്രാധിഷ്ഠിതമായ തെളിവുകൾ അതിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സയെയാണ് സയൻസ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയുർവേദം. അതുകൊണ്ട് ശാസ്ത്രാധിഷ്ഠിതമായ തെളിവുകൾ, അതിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്. അത് ഓരോ രോഗിയിലും കൃത്യമായി പ്രയോഗിച്ച് ആ രോഗശമനത്തെ ഉണ്ടാക്കുമ്പോഴാണ് രോഗം മാറി എന്നുള്ളതിന് തെളിവാകുന്നത്. അല്ലാതെ ഇന്നിപ്പോൾ ഉള്ളത് ബെനിഫിറ്റ് റിസ്ക് ആണ്. ഇപ്പോൾ 100 പേർക്ക് മരുന്ന് കൊടുത്തു, 70 പേര് കുറച്ച് അസുഖം കുറഞ്ഞു, ബെനിഫിറ്റ്. ബാക്കി 30 പേര് ചിലപ്പോൾ മരിച്ചു കാണും, അല്ലെങ്കിൽ രോഗം വഷളായി കാണും. പക്ഷെ അത് നോക്കുന്നില്ല. ഇത്ര ബെനിഫിറ്റ്, 70 പേര് കുറച്ച് ബെറ്ററായി. ഇപ്പോൾ ആയുർവേദത്തിൽ ബെറ്റർ ആക്കാനുള്ളതല്ല ചികിത്സ. ആയുർവേദത്തിൽ രോഗശമനം അല്ലെങ്കിൽ രോഗകാരണങ്ങളെ നോർമലാക്കുക, ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുക. അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതും കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അപ്പം അതിനുവേണ്ടി ഈ തെളിവുകൾ, ശാസ്ത്ര അധിഷ്ഠിത തെളിവുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അത് കൃത്യമായി എല്ലാ ഡോക്ടർമാർക്കും ഒരേപോലെ മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡ്,
ഒരു ഉപായം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അതാണ് ഈ സ്പേബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയുർവേദ പ്രാക്ടീസും ഒപ്പം തന്നെ സ്പേബ പ്രാക്ടീസും അതെങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ട്? വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ചാൽ ആയുർവേദ പ്രാക്ടീസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് തന്നെ മരുന്നുകളെ അധിഷ്ഠാനപ്പെടുത്തി, ഇപ്പോൾ എക്സ്പീരിയൻസസ്, ഇപ്പോൾ ഒരു ഫാക്കൽറ്റി പഠിപ്പിക്കുകയാണ്, എൻ്റെ അനുഭവത്തിൽ ഈ രോഗത്തിൽ ഇന്ന ഇന്ന മരുന്നുകൾ മതി അല്ലെങ്കിൽ ഇന്ന ചികിത്സകൾ മതി എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പിന്നെ വേറൊന്നും ആലോചിക്കില്ല. അവർ ഡയറക്റ്റ്ലി സാറ് പറഞ്ഞിട്ടുണ്ട് ഈ അസുഖം, പിന്നെ രോഗിയില്ല, രോഗിയുടെ പ്രത്യേകമായ രോഗത്തിൻ്റെ കാരണങ്ങൾ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. അതൊന്നും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ വിശകലനം ചെയ്യണം, ചികിത്സ എങ്ങനെ നിർണ്ണയിക്കണം, ഇല്ല. എൻ്റെ ഫാക്കൽറ്റി ഇത് പറഞ്ഞു, എൻ്റെ ഫാക്കൽറ്റിക്ക് ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അദ്ദേഹം തെറ്റില്ല. അപ്പം അത് അതേപടി എടുത്ത് പ്രയോഗിക്കുക. അല്ലെങ്കിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വിശ്വാസത്തെ, ഓരോ മരുന്നിലും ചികിത്സയിലുള്ള വിശ്വാസത്തെ അധിഷ്ഠാനപ്പെടുത്തിയാണ് ഇന്നത്തെ ആയുർവേദ വിദ്യാഭ്യാസം. ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നില്ല. അതെ, ഒരു മാറ്റം വരുന്നില്ല. കൃത്യമായിട്ട് ശാസ്ത്രത്തിൽ ഇതെല്ലാം ഉണ്ട് താനും. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ രോഗനിർണയം വളരെ ഈസിയാവും. രോഗം നിർണയിക്കേണ്ടത് രോഗിയിലാണ്, അല്ലാതെ ലാബിലല്ല. ഇപ്പൊ രോഗിയിലുള്ള രോഗനിർണയം, രോഗീ നിർണയം, ചികിത്സാ നിർണയം. ഇപ്പൊ അലോപ്പതിയിൽ പോലെ പാരസെറ്റമോൾ പനിക്ക് കൊടുക്കലല്ല ആയുർവേദത്തിലെ ശാസ്ത്രീയ ചികിത്സ. ആയുർവേദത്തിലെ പനിയുടെ സ്വഭാവം, പനിയുടെ കാരണങ്ങൾ, ബാഹ്യ കാരണങ്ങളല്ല, ആന്തരിക ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയുടെ പ്രതിഫലനം എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ട് തത്വങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ന് നിലവിലുള്ള മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം നിലവിലുള്ള പനി എങ്ങനെയൊക്കെ മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ ചികിത്സിക്കണം, ഇതെല്ലാം പ്രിൻസിപ്പിൾസ് ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ കൃത്യമായിട്ട് രോഗിയിൽ പ്രയോഗിച്ച് സൂക്ഷ്മമായും കൃത്യമായും വേഗത്തിലും രോഗനിർണയം ചെയ്ത്. അപ്പോൾ ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഡെങ്കു ഫീവറിന് പ്രിൻസിപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച്, അത് SBB അല്ലെങ്കിൽ സ്ബീബയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത്. ഡെങ്കു മാത്രമല്ല, എല്ലാതരം പകർച്ചപ്പനികളും മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഇപ്പോൾ ഡയബറ്റീസ്, തൈറോയിഡ്, ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ട് ഏറ്റവും കുറവ് മരുന്ന്. അതായത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഒരു ആയുർവേദ പ്രിസ്ക്രിപ്ഷനിൽ മിനിമം ഒരു 4-5 മരുന്നുണ്ട്. ഇത് ഒരു മരുന്നാണ് നമ്മൾ ഉപയോഗിക്കണത്, മാക്സിമം 2. അത് തന്നെ ഫ്രാഗ്മെൻറ്റഡ് ഡോസേജ്. ഏറ്റവും ഒരു ഗുളിക വെച്ച് 4 ദിവസം പോകും. ഒരു കഷായ ഗുളിക ഉപയോഗിച്ച് ഒരു രോഗിക്ക് 4 ദിവസം കൊണ്ട് രോഗശമനത്തെ ഉണ്ടാക്കാൻ കെൽപ്പുള്ള പ്രിൻസിപ്പിൾ ഓറിയന്റഡ് അപ്രോച്ച്, അതാണ് സ്പീബ. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രിസ്ക്രിപ്ഷൻ വളരെ ചെറുതായിരിക്കും, രോഗശമനം വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. രോഗിയുടെ കൃത്യമായ റോള്, എങ്ങനെയുള്ള ശാസ്ത്രീയ ജീവിതചര്യ ഈ 4 ദിവസം അദ്ദേഹം അനുവർത്തിക്കണം, ഇതെല്ലാം കൃത്യമായിട്ടുള്ള മാർഗരേഖകൾ സ്പീബയിലുണ്ട്. ഇപ്പം ആയുർവേദ ചികിത്സ തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഓൾറെഡി ആയുർവേദ ചികിത്സ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് സ്പേബ ക്ലിനിക് അല്ലെങ്കിൽ സ്പേബ ചികിത്സ എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. കാലാനുസൃതമായിട്ട് ശാസ്ത്രീയമാക്കണം. ഇപ്പോൾ 100 പേരിൽ കൊടുത്ത് 70 പേര് കുറച്ച് ബെറ്റർ ആവുക എന്നുള്ളതല്ല ശാസ്ത്രീയവൽക്കരണം. ശാസ്ത്രീയവൽക്കരണം എന്ന് പറയുന്നത് കച്ചവടവൽക്കരണവും അല്ല. ഇപ്പോൾ കുറേ മരുന്നുകൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതും ശാസ്ത്രീയവൽക്കരണമല്ല. ശാസ്ത്രാധിഷ്ഠിതമായിട്ട് എന്തുകൊണ്ട്, എങ്ങനെ, എത്ര പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കാം, ഏറ്റവും കുറവ് രോഗിക്ക് ഏറ്റവും മിനിമം ചെലവ്. ഇപ്പോൾ ഒരു കഷായ ഗുളിക ഉപയോഗിച്ച് 4 ദിവസം കൊണ്ട് രോഗശമനം ഉണ്ടാവും എന്ന് പറ്റുകയാണെങ്കിൽ ആ രോഗിയുടെ ചെലവ് എന്തായിരിക്കും? അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസം ലോകത്തെ അറിയിക്കണമെങ്കിൽ തീർച്ചയായും അതിന് കൃത്യമായൊരു നിർവചനം, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം വേണം. ഇപ്പം നമ്മൾ വെറുതെ സ്പേബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കച്ചവടമാണ്. പക്ഷെ അതിന് കൃത്യമായ ഡെഫിനിഷൻ, സ്റ്റാൻഡേർഡ്സ് എല്ലാം ഞങ്ങൾ ബുക്കിൽ, ഞങ്ങളുടെ 6 പബ്ലിക്കേഷൻസ് ഉണ്ട്. അതിലെല്ലാം തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ മാർഗരേഖകളും ഡെഫിനിഷൻസും ക്ലിനിക്കൽ സ്റ്റഡീസും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് നമുക്ക് എത്ര ക്ലിനിക്സ് ഉണ്ട്? ഇപ്പോൾ ശരിക്കും സ്പേബ ക്ലിനിക്ക് ഞങ്ങളായിട്ട്
തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്ലിനിക്കാണ് തൃശ്ശൂർ സ്പീബ ക്ലിനിക്ക്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് സ്പീബ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ക്ലിനിക്ക് തൃശ്ശൂരാണ്. ഓക്കെ. ഇപ്പോൾ ഈ സ്പേബയുടെ ഒരു പങ്ക് എന്താണ്? ഇപ്പം സോഷ്യൽ ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയിലുള്ള ഒരു പങ്ക് എന്താണ്? വളരെ വലിയ ഒരു പങ്കാണ്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാ സ്റ്റേറ്റ്സിലും ഇത് കൃത്യമായിട്ട് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഇത്രയും കാഷ്വാലിറ്റീസ് വരില്ല. പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് വരും. രോഗികളെ പഠിപ്പിക്കാൻ പറ്റും, സമൂഹത്തിനെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാലേ, കോവിഡ് വന്നപ്പോൾ എല്ലാം അടച്ചു പൂട്ടി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള അവസ്ഥകൾ നമുക്കൊരു വലിയ അളവ് വരെ പ്രതിരോധിക്കാൻ പറ്റും. രോഗികളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡ്സാണ്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതാവും. ആൾക്കാർക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്. പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു ഏർപ്പാടല്ല ആയുർവേദത്തിൽ. ആയുർവേദത്തിൽ ജീവിതകാലം മുഴുവൻ രോഗം എന്താണ് അതിൻ്റെ അർത്ഥം? ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്ന് വെച്ചാൽ രോഗം മാറുന്നില്ലല്ലോ. കറക്റ്റ്. അപ്പോൾ അത് ശാസ്ത്രീയമായ ചികിത്സയല്ല. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയുടെ എന്താ പറയുക, എക്കണോമിക് ഗ്രോത്ത്, ഫൈനാൻഷ്യൽ പുരോഗതി വളരെ വലുതായിരിക്കും. മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് നോക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു, ഇത്രയും സർജറീസ് വേണ്ടി വരുന്നില്ല, പെട്ടെന്ന് രോഗങ്ങൾ മാറുന്നു, ഓർഗൻ റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ്, കാർഡിയക് പ്രോബ്ലംസ് എല്ലാം വളരെയധികം കുറയും. അപ്പോൾ തീർച്ചയായും ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഇത് വളരെ വിപുലമായിട്ട് വന്ന 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആ വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സ്പേബയുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് സ്പേബയുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ആ ഇൻഫെക്ഷൻ്റെ സ്വഭാവത്തെ ഇത് എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റില്ല, പഠിക്കണം. സ്പേബ മെത്തേഡ്സ്, സ്പേബ ലോജിക്സ്, അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യണത്. ഇത് കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ആയുർവേദം ഇന്ന് നിലവിലുള്ള പോലെ ആയിരുന്നില്ല, ശരിക്കും ഒരുപാട് വേറെ ആയേനെ. പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമ്മളിത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ഇൻഫെക്റ്റീവ് ഫീവറിൽ നമുക്ക് രോഗാണു ഇല്ല, രോഗ സ്വഭാവത്തിനാണ് പ്രാധാന്യം. അതായത് ഇൻഫെക്റ്റീവ് ഫീവർ എന്ന് പറയുന്നത് വൈറസിൻ്റെ കടിയല്ല, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ കടിയല്ല. രോഗപ്രതിരോധ ശക്തി എങ്ങനെ പ്രതികരിക്കുന്നു ആ കീടാണുവിനോടോ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പം അതിനെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഫസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതിന് ഏത് രോഗാണുവാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അത്രയും ശക്തമായ ഇമ്മ്യൂൺ മെസ്സഞ്ചേഴ്സ് ഉണ്ട് ബ്ലഡിൽ, ഇമ്മ്യൂൺ സോൾജേഴ്സ് ഉണ്ട്. അപ്പം അതിനെ നമ്മൾ കൃത്യമായി ട്യൂൺ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് ആയുർവേദത്തിൽ. അത് രോഗ സ്വഭാവം വെച്ച്, ഇപ്പോൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കുൻഗുനിയ അല്ലെങ്കിൽ സാധാരണ ഫ്ലൂ, എല്ലാറ്റിൻ്റെയും സ്വഭാവം വേറെ ആയിരിക്കും. ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് പനി തന്നെയാണ്, പക്ഷെ അതിൻ്റെ സ്വഭാവം വേറെയാണ്. ന്യൂമോണിയ വേറെ തരം സ്വഭാവമാണ്. അപ്പോൾ ഈ സ്വഭാവ അധിഷ്ഠിതമായിട്ട് ലക്ഷണാധിഷ്ഠിതമായിട്ടും നമുക്ക് ശരീരത്തിനകത്തുള്ള സാഹചര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് കൃത്യമായ ഡയഗ്നോസ്റ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ പറ്റും. ആയുർവേദത്തിലെ ഡയഗ്നോസിസ്, ആയുർവേദത്തിലെ ചികിത്സാ തത്വം. അപ്പം മിനിമം മരുന്ന്, ചിലപ്പോൾ മരുന്നില്ലാതെ തന്നെ നമ്മുടെ ഒരു ഫ്രീ ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നോൺ മെഡിക്കേഷണൽ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇൻഫെക്റ്റീവ് ഫീവറിൽ, പകർച്ചപ്പനിയിൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ട്രെയിൻ ചെയ്ത ഡോക്ടേഴ്സും വോളണ്ടിയേഴ്സും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഹസ്താലംബ IFFA എന്നാണ് അതിൻ്റെ പേര്. അത് ഗൂഗിൾ ചെയ്താൽ ആർക്ക് വേണമെങ്കിൽ കിട്ടും. സൗജന്യ സേവനമാണ്. അവർ 24 മണിക്കൂറും അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, പകർച്ചപ്പനിയായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനകം തന്നെ ഡോക്ടർ കോണ്ടാക്ട് ചെയ്യും. കൃത്യമായ ഡയറക്ഷൻസ്, അവർ കഴിക്കുന്ന ആഹാരം, വെള്ളം എങ്ങനെ മോഡിഫൈ ചെയ്യണം, എന്തിട്ട് തിളപ്പിക്കണം, ലോകത്ത് എവിടെയാണെങ്കിലും ദേ ക്യാൻ ആക്സസ്. ഇപ്പോൾ ചിക്കൻ ബോക്സ് ആണെങ്കിലും മലേറിയ ആണെങ്കിലും, പക്ഷെ വേറെ മരുന്നുകൾ ഉപയോഗിച്ചുകൂടാ. ഈ പറയുന്ന ഡയറക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്ത് 5 ദിവസം കൊണ്ട് രോഗശമനത്തെ സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അത് ചെയ്തു വരുന്നുണ്ട്. കോവിഡ് കാലം തൊട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ തൃശ്ശൂർ സ്പീബ ക്ലിനിക്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ വളരെ ഗഹനമായതും വളരെ സൂക്ഷ്മമായതും ആയിട്ടുള്ള ശാസ്ത്രമാണ് ആയുർവേദം. ആൾക്കാരുടെ വിചാരം വെറുതെ ഗൂഗിളിൽ നോക്കി യൂട്യൂബ് നോക്കി ഓരോ മരുന്നുകൾ കഴിക്കുന്നതാണ്. അങ്ങനെയല്ല.
അതൊക്കെ ഒരുപാട് കുഴപ്പങ്ങളാണ്. അപ്പോൾ കൃത്യമായും സൂക്ഷ്മമായും മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്പീബ ക്ലിനിക്കിൽ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ചെയ്യുന്നുണ്ട്. എക്യൂട്ട് ആൻഡ് ക്രോണിക്, പെട്ടെന്നുണ്ടാവുന്നതും കുറേ കാലമായിട്ടുള്ളതും എല്ലാ തരം രോഗങ്ങളിലും നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്. ചികിത്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദിവസങ്ങളോളം പോകുന്ന ചികിത്സയല്ല, 2 സ്റ്റേജായിട്ട്, ചിലർക്ക് ഒരു സ്റ്റേജ് കൊണ്ട് തന്നെ മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ, 2-3 ആഴ്ച കൊണ്ട് തന്നെ മാറിപ്പോകുന്ന രോഗങ്ങളാണ് ഏറിയ പങ്കും. പക്ഷെ അത് കൃത്യമായി ചികിത്സ ചെയ്യാത്തതുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത് പഞ്ചകർമ്മം അങ്ങനെ പല രീതിയിൽ പോകണം. അപ്പം അതൊന്നും ഇല്ലാതെ പഞ്ചകർമ്മ ചികിത്സ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സ്പീബയുടെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഈ മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണോ ഇതിന്റെ ഒരു ഒറിജിനിലേക്ക് വരാൻ നിങ്ങൾക്ക് തോന്നിയത്? അപ്പൊ അതിനുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു, അതിന്റെ ഗ്രോ എങ്ങനെയായിരുന്നു? അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ BAMS പഠിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും ടീച്ചേഴ്സ് എല്ലാം ഒരുപാട് മരുന്നുകൾ എഴുതുകയാണ്. ആരുടെയും രോഗശമനം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവുന്നില്ല. ഇപ്പൊ കുറച്ചെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നതല്ല രോഗശമനം. പിന്നെ ഒരു പനി വരുമ്പോൾ നമ്മൾ കാണുന്നത് റെഫറൽ ചികിത്സ. പനി വരുമ്പോൾ കൃത്യമായിട്ട് റെഫർ ചെയ്യുക. നമ്മൾ റെഫർ ചെയ്യാനല്ലല്ലോ ഡോക്ടറാവണത്, നമ്മൾ രോഗശമനം ചെയ്യാനാണ് ഡോക്ടറാവണത്. അപ്പോൾ നമുക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഈശ്വരാധീനം കൊണ്ടായിരിക്കാം അതുപോലെ ഒരു ജീവിത പങ്കാളി തന്നെ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇതിലെന്തെങ്കിലും. ഞങ്ങൾ രണ്ടുപേരും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത്തരത്തിലുള്ളൊരു ആയുർവേദ ചികിത്സ. പിന്നെ ഈ ഹസ്ബൻഡിൻ്റെ ഗുരു വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് സാറ്, ചാലക്കുടിയിലുള്ള സാറ്, വളരെ വൈദ്യ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ശാസ്ത്രീയവും ലളിതവുമായ ചികിത്സ ലോകത്ത് കൊണ്ടുവരണമെന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇൻസ്പിറേഷൻ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കൃത്യമായ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് ശാസ്ത്രത്തിൽ തന്നെ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് ഞങ്ങൾ 2005 തുടങ്ങി, രോഗികൾ അത് ചെയ്തു തുടങ്ങി. അങ്ങനെ 2012 ആയപ്പോഴേക്കും കൃത്യമായൊരു ധാരണ വന്നു തുടങ്ങി. ഇപ്പോഴും അത് പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പൂർത്തിയാവില്ല, അത്രയ്ക്കധികം ഉണ്ട്. പക്ഷെ വന്നു തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ ഒരു 5ഓളം പബ്ലിക്കേഷൻസ് നമ്മുടെ രണ്ടുപേരുടെയും തന്നെ ഉണ്ട്. പിന്നെ ഒരു പബ്ലിക്കേഷൻ നമ്മുടെ ഒരു സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കണം. നമ്മൾ രണ്ടുപേരും ചെയ്തിട്ട് കാര്യമില്ല, കൂടുതൽ ഡോക്ടേഴ്സിലേക്ക് എത്തിക്കണം. ഇത് പഠിപ്പിച്ച് അവരും ചെയ്യണം, എന്നാലേ നമുക്ക് തെളിവുകൾ കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ ബാക്കി ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഭാരത് മിഷൻ ബിഷക് എന്നാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേര്. അതിപ്പോൾ 53 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യ മുഴുവനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടേഴ്സും കൂടെ ചെയ്തു തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി മുൻപ് അവർ ചെയ്തത് എന്ത്, ഇപ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പോൾ അവർ അതനുസരിച്ച് ഇപ്പോഴും ആ ട്രെയിനിങ് പ്രോഗ്രാംസ് നടന്നു വരുന്നു. അങ്ങനെ കാലാനുസൃതമായിട്ട് ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഡോക്ടർ, നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം, ഹോർമോണൽ ഇംബാലൻസ്. ഇതെങ്ങനെയാണ് നമുക്ക് സ്പേബയിലൂടെ അതിൻ്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് പറയാം? ഇതിൽ ഇന്നിപ്പോൾ സാധാരണ കാണുന്ന ഹോർമോൺ മീഡിയേറ്റഡ് രോഗങ്ങൾ, ഇപ്പോൾ എല്ലാവർക്കും ഹൈപ്പോതൈറോയിഡ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോതൈറോയിഡ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ട്. PCOD എല്ലാ പ്രായത്തിലും ഉണ്ട്, കുട്ടികളിലാണെങ്കിലും എല്ലാ പ്രായത്തിലും, ചെറുപ്പക്കാരിലും മെനോപോസൽ ഏജിലും ഉണ്ട്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗം, അത് കുറച്ചുകൂടെ എന്താ പറയുക, വേദനയൊക്കെ വളരെ കൂടുതലാണ്. അത്തരത്തിൽ സിസ്റ്റുകൾ ഓവറിയിൽ ഉണ്ടാവും, ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ രക്തം അകത്തുള്ള സിസ്റ്റുകൾ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ സ്പേബയിൽ രോഗനിർണയം, ചികിത്സ ശാസ്ത്രീയമായിട്ട് ഏറ്റവും കുറവ് മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പദ്ധതി ഞാനത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർമാർക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. രോഗികളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഹിസ്റ്ററക്ടമി കേസസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലീഡിങ് കൂടിയിട്ട് ഹിസ്റ്ററക്ടമി ചെയ്യണു, പിന്നെ സിസ്റ്റ് വന്നിട്ട് ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്യണു, യൂട്രസ് എടുത്ത് കളയുക അല്ലെങ്കിൽ ഓവറി എടുത്ത് കളയുക, ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു പൊതുവായ ധാരണയാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പോലും
ഇപ്പോൾ ക്യാൻസർ, ഇപ്പോൾ മെനോപോസൽ അല്ലെങ്കിൽ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലീഡിങ് തുടങ്ങുക വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ കഴിഞ്ഞ മാസം ചികിത്സിക്കുകയുണ്ടായി. അപ്പോൾ ബ്ലീഡിങ് തുടങ്ങിയ അവസ്ഥയിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആയുർവേദ ഡോക്ടറുടെ അമ്മയായിരുന്നു, ആദ്യമേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ആ സമയത്ത് തന്നെ ക്യാൻസർ ആയില്ല, പ്രീ ക്യാൻസറസ് കണ്ടീഷൻ, ക്യാൻസറിൻ്റെ തുടക്കം. അപ്പോൾ ആ ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി കട്ടി കൂടിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അത് ക്യാൻസറായി മാറും. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ചികിത്സിക്കാൻ പറ്റി ഈ അടുത്ത്. അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് മുമ്പും, പക്ഷെ ഇപ്പോൾ കിട്ടിയത് ഇവിടെ വന്ന് തൃശ്ശൂർ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അത്തരത്തിലൊരു കേസ് ചെയ്ത് ഒരു ആദ്യത്തെ സ്റ്റേജ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ബ്ലീഡിങ് നിന്നു. 2-3 ദിവസം കൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ, അതായത് ആർത്തവവിരാമത്തിന് ശേഷം 5 മില്ലിമീറ്ററിൽ താഴെ ആയിരിക്കണം ഇതിൻ്റെ കട്ടി. ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ 16 മില്ലിമീറ്റർ ആയിരുന്നു ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി. അപ്പം ഇത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ 3 മില്ലിമീറ്ററായി, ബ്ലീഡിങ് നിന്നു. പിന്നെ ബയോപ്സി നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ പിന്നെ കട്ടിയില്ല. കട്ടി ഉണ്ടെങ്കിലാണ് നമ്മൾ ബയോപ്സി ചെയ്യേണ്ടത്. അപ്പം അതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കാം. എന്തായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത്രയും ഇപ്പോൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയും, രക്തപാളി കട്ടി കൂടിയിട്ട് ഒരുപാട് പേർക്ക് യൂട്രസ് എടുത്ത് കളയുന്നുണ്ട്. ക്യാൻസർ ഒന്നുമല്ല, ഹോർമോണൽ. PCOD എന്ന് പറയുന്നത് ഒരു ട്യൂമറോ ഒന്നുമല്ല, ഹോർമോണൽ ചേഞ്ചാണ്. അപ്പോൾ അത് വളരെ ചെറിയ മരുന്ന് കൊണ്ട് തന്നെ ജീവിതശൈലി, ഇപ്പോൾ എക്സസൈസൊക്കെ ചെയ്യിച്ച് ഒരു മാസം കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് എക്സസൈസ് സ്ഥിരമായി ചെയ്താൽ തിരിച്ച് നോർമൽ ആവാൻ പറ്റും. അല്ലാതെ അതിനൊക്കെ പിടിച്ച് 5-6 ആയുർവേദ മരുന്നുകളും, ചില അമ്മമാർ പറയും എൻ്റെ മോള് ക്ഷീണിച്ചു പോയി ഭക്ഷണത്തെക്കാളേറെ മരുന്ന് കഴിച്ചിട്ട്. അത്രയൊന്നും ആവശ്യമില്ല. അതൊരു ശരിയായ പ്രോട്ടോക്കോൾ ഇല്ല. ആയുർവേദത്തിൽ എന്ത് മരുന്നും വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്ര ആവശ്യമില്ല. കൃത്യമായ ഒരു മരുന്ന് അല്ലെങ്കിൽ 2 മരുന്ന് കൊണ്ട് ജീവിതശൈലി മാറ്റിയ ഈ രോഗങ്ങൾ, ഈവൺ എൻഡോമെട്രിയോസിസ് വരെ റിവേഴ്സ് ആവാനുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, ആയിട്ടും ഉണ്ട് പല കേസസിലും. അതുപോലെ തന്നെയാണ് തൈറോയിഡ് രോഗങ്ങളിലും മരുന്ന് നിർത്തി നോർമലായി കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. അത് സാധ്യമാണ് ഈ പ്രോട്ടോകോൾ വെച്ച്. തൃശൂർ SBEBA ക്ലിനിക്, ആലപ്പാട് ടവർ, സെന്റ് തോമസ് സ്ട്രീറ്റ്, കുര്യച്ചിറ, തൃശൂർ. അമിതമായ ആയുർവേദ കുറിപ്പടികളില്ലാതെയും അമിതമായ ചികിത്സാ രീതികളില്ലാതെയും അമിതമായ ഔഷധങ്ങളില്ലാതെയും കൃത്യതയിലും വേഗതയിലും സൂക്ഷ്മതയിലും രോഗശമനത്തെ സാധ്യമാക്കുന്ന നവീനമായ ആയുർവേദ ചികിത്സാ രീതിയാണ് തൃശൂർ SBEBA ക്ലിനിക് സാധ്യമാക്കുന്നത്. 20 വർഷക്കാലമായി ആയുർവേദ ചികിത്സാ രംഗത്തും അധ്യാപന രംഗത്തും വ്യാപൃതരായിരുന്ന ഡോക്ടർ രാജ്കുമാർ, ഡോക്ടർ രമ്യ കൃഷ്ണൻ ദമ്പതികൾ ദീർഘനാളത്തെ റിസർച്ചിലൂടെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയതാണ് SBEBA ചികിത്സാ പദ്ധതി. തിങ്കൾ മുതൽ ശനി വരെ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. തൃശൂർ SBEBA ക്ലിനിക്, ആലപ്പാട് ടവർ, സെന്റ് തോമസ് സ്ട്രീറ്റ്, കുര്യച്ചിറ, തൃശൂർ. മൊബൈൽ 9447319234 8281125837. സ്പേബ ക്ലിനിക്കിനെ കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ രാജ്കുമാറാണ്. ഡോക്ടർ നമസ്കാരം. നമ്മളിപ്പോൾ സ്പേബയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സ്പേബ നമുക്കറിയാം, ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ജനങ്ങളുടെ കാലത്തിനനുസരിച്ച് ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഹോർമോണൽ പ്രോബ്ലംസും വരുന്നുണ്ട്. ഈ സ്പേബ എങ്ങനെയാണ് ഇതിനൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിതശൈലി ശീലിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ആ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലിയെ വ്യത്യാസപ്പെടുത്തിയിട്ട് നമ്മൾ എല്ലാ രോഗങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ആധുനികർ ആണ് ഇതിന് രോഗനിർണയം ചെയ്തിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു ചികിത്സയില്ല. ചികിത്സയില്ല എന്ന് പറയുന്നത് അവർ ലാബ് റിപ്പോർട്ട്സിനെ ബേസ് ചെയ്ത് ലാബ് റിപ്പോർട്ട്സ് ഇപ്പോൾ ഷുഗറിൻ്റെയോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെയോ ലെവൽസ് കുറച്ച് വെച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് അവർ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്.
ആയുർവേദത്തിൽ എല്ലാ രോഗങ്ങളും ജീവിതശൈലിയിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ആഹാരവും വെള്ളവും എല്ലാം തെറ്റായിട്ട് ശീലിക്കുന്നത് കൊണ്ട് ആണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു സാഹചര്യം ശരീരത്തിനകത്ത് ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാനായിട്ട് ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് രോഗം. ഇപ്പോൾ ഷുഗർ കൂടുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ കൂടിയിട്ടാണ് ഡയബറ്റിസ് എന്നുള്ളൊരു രോഗം നിർണ്ണയിക്കുന്നത്. ഒരുപാട് രോഗങ്ങളെ ഈ ജീവിതശൈലി രോഗങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒബേസിറ്റി, അല്ലെങ്കിൽ അതിസ്ഥൗല്യം, അല്ലെങ്കിൽ പ്രമേഹം, അല്ലെങ്കിൽ രക്തത്തിലെ അമിത കൊളസ്ട്രോള്, അങ്ങനെ പല രോഗങ്ങളെ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്, ദഹന പചന വ്യവസ്ഥയിലെ തകരാറ് മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അത് ഡൈജസ്റ്റായി ഗ്ലൂക്കോസായി അതിനെ ലിവർ സ്റ്റോർ ചെയ്യും. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് മാംസപേശികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു പ്രക്രിയ നടന്നിട്ടാണ് ആ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ലാബ് വാല്യൂസിനെ കുറയ്ക്കുന്ന ഒരു ചികിത്സ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന ഒരു ചികിത്സ വെസ്റ്റേൺ മെഡിക്കൽ സിസ്റ്റത്തിൽ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറച്ച് വെക്കുന്ന ഒരു ചികിത്സ ചെയ്തിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുന്നതുകൊണ്ട് ഈ പ്രക്രിയ മാറുന്നില്ല. രോഗകാരണം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ രോഗകാരണത്തെയും രോഗപ്രക്രിയയെയും അത് മാറ്റാതെ നമ്മൾ അടിച്ചമർത്തി ഒരു ജീവിതശൈലിയിൽ ഒരു വ്യത്യാസം വരുത്തുന്നതുകൊണ്ട് പ്രമേഹം മാറില്ല, എൻ്റെ കൺട്രോളാണ് എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ രോഗകാരണമുണ്ട്, രോഗപ്രക്രിയ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലിവറിൻ്റെ തകരാറായിരിക്കാം, അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ തകരാറായിരിക്കാം, അല്ലെങ്കിൽ മാംസപേശികൾക്ക് വേണ്ട വിധം അബ്സോർബ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതിനെയെല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു ചികിത്സ മാത്രമേ ഇത് പ്രമേഹം എന്നുള്ള രോഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിയന്ത്രിക്കുക എന്നല്ല പറയുന്നത്, അതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉടൻ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഒബേസിറ്റി, ഇപ്പോൾ വേണ്ട വിധത്തിൽ ഈ കൊഴുപ്പ് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് ശരീരത്തിൻ്റെ തൊലിക്കടിയിലും അല്ലെങ്കിൽ അവയവങ്ങളുടെ ചുറ്റുമെല്ലാം അടിഞ്ഞുകൂടി ശരീരം അമിതവണ്ണം വെക്കുന്നതിനെയാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് അതുപോലെ ശരീരം ഉപയോഗിക്കുകയല്ല, ആവശ്യത്തിനനുസരിച്ച് ശരീരം ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യും കൊഴുപ്പ്. ആ കൊഴുപ്പ് അവയവങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയും. അത് ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്പോ പ്രോട്ടീൻസ് പചനത്തിൻ്റെ ആവശ്യമായിട്ട് അതിനെ സഞ്ചാരപഥത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ പചനമാണ് അവിടെ പ്രധാനം. അപ്പോൾ പചനത്തിന് ആവശ്യമായിട്ടുള്ള ലിപ്പോ പ്രോട്ടീൻസ്, അപ്പോൾ പചന വ്യവസ്ഥയെ ശരിയാക്കിയിട്ട് ഈ ലിപ്പോ പ്രോട്ടീൻസിൻ്റെ ലിവറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട വിധമാക്കി കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കുന്നതാണ് ശരിയായിട്ടുള്ള ചികിത്സ. അല്ലാതെ കൊഴുപ്പിനെ കുറയ്ക്കുന്ന ഒരു മരുന്ന് കഴിച്ച് കൊഴുപ്പ് കൺട്രോളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് രക്തക്കുഴൽ അല്ലെങ്കിൽ ധമനികളിൽ അടിഞ്ഞുകൂടി അത് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും എല്ലാം കാരണമാകാം. അപ്പോൾ ശരിയായിട്ടുള്ള ചികിത്സ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന രോഗങ്ങളിൽ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതിൽ ശരിയായിട്ടുള്ള ചികിത്സ പചന വ്യവസ്ഥയെ ശരിയാക്കി രോഗകാരണത്തെയും രോഗപ്രക്രിയയെയും മാറ്റി ആരോഗ്യത്തെ ഉണ്ടാക്കാനായിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് SBEBA ഉള്ളത്. അതാണ് തൃശ്ശൂർ സ്ബേബ ക്ലിനിക്കിൽ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ എന്താണ് FDA, ഫ്രാഗ്മെന്റൽ ഡോസേജ് അപ്രോച്ച് ആണ്, അതെന്താണെന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഇന്ന് രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം ആൾക്കാർ ആലോചിക്കുന്നത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്, അല്ലേ? പേഷ്യൻസ് വിളിച്ച് ചോദിക്കും, എൻ്റെ ഷുഗർ ഇത്രയുണ്ട്, എന്ത് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതിന് നിങ്ങൾക്ക് ചികിത്സയുണ്ടോ, അല്ലെങ്കിൽ ഏത് രോഗമാണെങ്കിലും, ഇപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, അതിന് നിങ്ങൾക്ക് ചികിത്സയുണ്ടോ. ഇപ്പോൾ നമ്മൾ ഒരു രോഗത്തിനല്ല ചികിത്സ, അല്ലെങ്കിൽ ഒരു ലാബ് വാല്യൂവിനല്ല ചികിത്സ ചെയ്യുന്നത്. അത് രോഗിയിൽ എങ്ങനെ എന്ത് പ്രക്രിയ കൊണ്ടുണ്ടായി, എന്ത് കാരണം കൊണ്ടുണ്ടായി, അതിനെ മനസ്സിലാക്കിയിട്ടാണ് രോഗത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ രോഗത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞ് രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥയും അവരുടെ സ്ഥിതിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. ഈ രോഗത്തിൽ പചന വ്യവസ്ഥയെ ശരിയാക്കൽ, അല്ലെങ്കിൽ അവരുടെ ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനത്തെ ഇളക്കിക്കളയൽ, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ ചികിത്സിക്കുന്നത്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആ ആളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു രോഗനിർണയം നടത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചികിത്സിക്കുമ്പോഴത്തേക്കും ഒരു മരുന്ന് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഒരു മരുന്നോ അല്ലെങ്കിൽ 2 മരുന്നോ കൊണ്ട് ആ ശരീരത്തിലുണ്ടായിരിക്കുന്ന രോഗപ്രക്രിയയെ ഇല്ലാതാക്കി ആരോഗ്യത്തെ ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു മരുന്ന് കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ വിഷത്തിനാണെങ്കിലും മദ്യത്തിനെല്ലാം ആണെങ്കിൽ വളരെ വീര്യമുണ്ട്. അതുപോലെ തന്നെ മരുന്നിനും നല്ല വീര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല. ലിറ്റർ കണക്കിന് കഷായം കുടിച്ചാലേ അസുഖം മാറുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ്. അപ്പോൾ വേണ്ട അളവിൽ ആ പേഷ്യൻറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് വേണ്ട അളവിൽ വളരെ ചെറിയ ഡോസ് മാത്രം മതിയാവുന്നതാണ്. അത് ഞങ്ങൾ സ്വേബ ഞങ്ങളുടെ റിസർച്ചിൽ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ ഒരു പനി മാറാൻ തന്നെ ഒരു കഷായ ഗുളികയുടെ അരഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗമോ മതിയാവും. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ചിലവാകുന്ന രൂപ എന്ന് പറയുന്നത് ഒരു 2 രൂപയോ 3 രൂപയോ, അതായത് ICUയിൽ പോയി അഡ്മിറ്റായി അവിടുത്തെ ചിലവും ബാക്കിയുള്ള എല്ലാ ചിലവും നാട്ടുകാരുടെയും ബന്ധുക്കളുടെ എല്ലാ ചിലവും കൂടെ കൂട്ടി അയാൾക്ക് വലിയ തുക ചിലവാകുന്നത് ഇവിടെ 2 രൂപയ്ക്കും 3 രൂപയ്ക്കും അസുഖം മാറും. അപ്പോൾ കൃത്യമായിട്ടുള്ള ജീവിത ചര്യകളും അല്ലെങ്കിൽ ആഹാരം, വെള്ളം ഇതെല്ലാം കൃത്യമായിട്ട് ആ ശരീരത്തിന് അനുയോജ്യമായി, ആ രോഗത്തിൻ്റെയും ശരീരത്തിൻ്റെയും അനുയോജ്യമായിട്ട് തീരുമാനിച്ച് കൃത്യമായിട്ടുള്ളൊരു മരുന്ന് വളരെ ചെറിയ അളവിൽ കൊടുക്കുന്നതിനെയാണ് ഈ ഫ്രാഗ്മെന്റഡ് ഡോസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ തന്നെ എക്കണോമിക് സ്ഥിതി മാറ്റാവുന്ന ഒരു മെത്തഡോളജിയാണ്. ഒപ്പം തന്നെ ഇപ്പം ഇതിൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണോ സ്പേബ പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാം. ലോങ് ടേം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രോഗനിർണയം ശരിയാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് എഴുതുന്നത് അത് രോഗത്തിനെ കുറിച്ച് നേരെ മനസ്സിലാവാതെയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കോൺഫിഡൻസ് കുറവോ ആണ് ഈ കൂടുതൽ മരുന്ന് എഴുതുന്നതും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോകുന്നതും. കൃത്യമായിട്ടുള്ള രോഗനിർണയം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് 24 മണിക്കൂറോ 48 മണിക്കൂറോ കഴിയുമ്പോൾ തന്നെ രോഗം മാറി അല്ലെങ്കിൽ ആ രോഗാവസ്ഥ മാറി ആരോഗ്യത്തിലേക്ക് വന്നു തുടങ്ങും. ആ ഒരു ആരോഗ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ഫേസ് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത് അത് നോർമലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ ചികിത്സ കംപ്ലീറ്റ് ആവുന്നതാണ്. അല്ലാതെ ആയുർവേദ മരുന്ന് ഇത് 3 മാസം കഴിക്കൂ അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും ചെയ്യൂ എന്ന് പറയുന്നതല്ല ആയുർവേദത്തിലെ ചികിത്സ. ഡോക്ടർ, അതുപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച്. ഇപ്പം ക്രോണിക് ഡിസീസിനൊക്കെ പഞ്ചകർമ്മ ചികിത്സ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമാണോ? പഞ്ചകർമ്മം എന്ന് പറയുന്നത് 5 തരം പ്രൊസീജിയേഴ്സാണ്. ഇപ്പോൾ 5 തരം പ്രൊസീജിയേഴ്സ് അല്ല ആയുർവേദം. ആയുർവേദത്തിൽ ഒരു ചെറിയ ഭാഗമാണ് ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. പഞ്ചകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് രോഗത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു വിശേഷ അവസ്ഥയാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ രോഗത്തിൻ്റെ കാരണത്തെ ആദ്യം മനസ്സിലാക്കണം. കാരണം കൊണ്ട് ആ അവസ്ഥ ഉണ്ടായോ എന്ന് ആദ്യം തീരുമാനിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ പഞ്ചകർമ്മം വേണോ അതോ വേറെ വല്ല ചികിത്സയും വേണോ. അപ്പോൾ പഞ്ചകർമ്മം എന്നുള്ളത് അതാ പറഞ്ഞേ, ആയുർവേദം എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മമല്ല. ഇപ്പോൾ ഒരു പഞ്ചകർമ്മ ആശുപത്രി എന്ന് തന്നെയാണ് പേര്, അല്ലേ? അപ്പോൾ ആൾക്കാർ ആ പഞ്ചകർമ്മത്തിൻ്റെ പേരിലാണ് ആയുർവേദം അറിയുന്നത് തന്നെ. സ്പാ ക്ലിനിക്കുണ്ട്, വേറെ കേരളീയ പഞ്ചകർമ്മം എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ചികിത്സകൾ, പുറമേ ഇടുന്ന എണ്ണ തേപ്പും അല്ലെങ്കിൽ വേർപ്പിക്കലും അങ്ങനെ കുറേ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചികിത്സ അല്ല രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയെയും തീരുമാനിക്കുന്നു, അല്ലേ? രോഗിയുടെ അവസ്ഥ, രോഗിയുടെ സ്ഥിതി, രോഗത്തിൻ്റെ സ്ഥിതി ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു രോഗനിർണയം നടത്തി ഒരു ചികിത്സാ തത്വം ഉപയോഗിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. അല്ലാതെ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ധാര ചെയ്യലല്ല, അല്ലെങ്കിൽ ശിരോധാര ചെയ്യലല്ല, അല്ലെങ്കിൽ ഒരു പാരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണയിടലും വസ്തു ചെയ്യലും അല്ല. അപ്പോൾ ഒരു ചികിത്സാക്രമത്തിൻ്റെ പേരിൽ രോഗത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോൾ 7 ദിവസത്തെ ചികിത്സ, 14 ദിവസത്തെ ചികിത്സ എന്ന് പറഞ്ഞ് പാക്കേജ് ചികിത്സകളുണ്ട്, സുഖചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആയുർവേദ ശാസ്ത്രപ്രകാരം തെറ്റാണ്. ഇപ്പോൾ ഒരു കർക്കിടക ചികിത്സ, ഇപ്പോൾ കർക്കിടകത്തിൻ്റെ പേരിൽ ഒരു ചികിത്സ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ രോഗിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ പോരെ. അത് ഇന്ന ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. രോഗത്തിൻ്റെ കാരണവും രോഗത്തിൻ്റെ സാഹചര്യവും രോഗത്തിൻ്റെ പ്രക്രിയയും എല്ലാം നോക്കിയിട്ട് ആ രോഗിയിൽ എങ്ങനെ, വേറെ ഒരുപാട് രോഗങ്ങളുണ്ടാകാം, അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് കർക്കിടക ചികിത്സ ചെയ്ത് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രോഗത്തിന് ഛർദ്ദിപ്പിക്കണം അല്ലെങ്കിൽ വയറിളക്കണം എന്ന് പറയുന്നതും തെറ്റാണ്. അത് രോഗത്തിൻ്റെയും രോഗിയുടെയും സ്ഥിതിയും സാഹചര്യവും എല്ലാം മനസ്സിലാക്കി രോഗനിർണയം നടത്തി
കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഗ്മെൻറ്റഡ് ഡോസ് അപ്രോച്ചേ ആവശ്യം വരുന്നുള്ളൂ. ഒരു 98% രോഗങ്ങളിലും പഞ്ചകർമ്മത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് ഒരുപാട് ധനനഷ്ടം, സമയം നഷ്ടം, പിന്നെ രോഗം മാറുന്നതും ഇല്ല. അപ്പം മൊത്തത്തിൽ ആ രാജ്യത്തിന് തന്നെ നഷ്ടമായിട്ട് വരുന്നതാണ് ഈ പഞ്ചകർമ്മ ചികിത്സ. എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് അല്ലേ? പലപ്പോഴും ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് നോക്കിയാണ് സ്വയം ചികിത്സയിലേക്കാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ ശാസ്ത്രത്തിനും രോഗിക്കും ഇതൊരു ചീത്തപ്പേരാണ്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ സ്പേബ ക്ലിനിക്കിൽ അതൊന്നും ഇല്ലാതെ ഇത് ഇന്ന് കാണുന്ന രോഗങ്ങളെല്ലാം മാറ്റാം എന്ന് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ SBEB ക്ലിനിക്ക് തൃശ്ശൂർ ആരംഭിച്ചിട്ടില്ല. നമുക്ക് എവിടെയാണ് അതിന്റെ സ്ഥലം എവിടെയാണ് വരുന്നത്? തൃശ്ശൂർ എവിടെയായിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത്? കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് തോമസ് സ്ട്രീറ്റിൽ. ഓക്കെ. ഒപ്പം തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞു കർക്കിടക ചികിത്സയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണോ പലരും ഇപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ ഒരു വർഷം ഈ പറഞ്ഞതുപോലെ തൈലങ്ങളോ അല്ലെങ്കിൽ കഷായങ്ങളോ കുടിച്ച് പിറ്റത്തെ വർഷം അതേ സമയമാകുമ്പോൾ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു തെറ്റായ ഒരു ധാരണ തന്നെയല്ലേ? ഒരു സീസണിൻ്റെ ബേസിസിൽ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കഫം കൂടും. ഇപ്പോൾ എന്നും രാവിലെ എണീറ്റ് നമ്മളൊരു ചികിത്സ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കഫം ഇല്ല, എന്നാലും ആ ചികിത്സ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ക്ഷീണം വരും, അപ്പം ക്ഷീണത്തിനൊരു ചികിത്സ എല്ലാ വൈകുന്നേരവും ചെയ്യണം. ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം അത് ജനറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും വയസ്സായ ആളാണെങ്കിലും ഈ കർക്കിടക ചികിത്സ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മണ്ടത്തരമല്ലേ? അത് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് തന്നെ അതൊരു വലിയ മണ്ടത്തരമാണ്. അതായത് ആ സീസണിൽ വരുന്ന മാറ്റങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട കുറേ ക്രിയകൾ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റം വന്നാലും വന്നില്ലെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ രോഗിയാക്കുകയല്ലേ? ഇപ്പോൾ ആരും രോഗി അല്ലാതില്ല. ഇന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഒരാൾ ഈ കർക്കിടക ചികിത്സ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉടൻ തന്നെയോ അല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ തന്നെ അയാൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കർക്കിടക ചികിത്സയാണെന്ന് ആൾക്കാർ വിചാരിക്കില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെങ്കിൽ അത് വേറെന്തോ കാരണം കൊണ്ടാണ്, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഈ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ ചികിത്സ എല്ലാ വർഷവും ചെയ്യുന്നത് മണ്ടത്തരമല്ലേ? രോഗം ഉള്ളപ്പോഴല്ലേ രോഗത്തിൻ്റെ ചികിത്സ. രോഗം മാറിയാൽ ആരോഗ്യമാണ് ഉണ്ടാകുന്നത് അല്ലേ? ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് നമ്മൾ ആരോഗ്യം ഉണ്ടാക്കാനാണ്. അപ്പം ആരോഗ്യം ഉണ്ടാകുന്നില്ല, അടുത്ത വർഷവും ഇതേ ചികിത്സ ചെയ്യണം എന്ന് പറയുന്നത് രോഗം മാറിയിട്ടില്ല അല്ലെങ്കിൽ പറ്റിക്കുകയാണ്. ഏതായാലും ഡോക്ടർ വളരെയധികം നന്ദി. എന്താണ് സ്പേബ എന്നും അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചുമൊക്കെ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് രണ്ട് ഡോക്ടർമാരും നമ്മളോട് സംസാരിച്ചത്. സോ വളരെയധികം നന്ദി. സ്പേബ എന്ന് പറയുന്ന ആയുർവേദ ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത് പോണ്ടിച്ചേരി ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ രമ്യ കൃഷ്ണനും ഡോക്ടർ രാജ്കുമാറാണ്. ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.